ടാറ്റോട് ഉമ്മോട് അങ്ങനെ ഇതാ കുഞ്ഞിപ്പെണ്ണ് ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട് എങ്ങോട്ടാന്നല്ലേ, കാട്ടാക്കട ചന്തയിലോട്ടാണേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനും നാത്തൂനൊക്കെ ഒമാനിലോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിക്കണമായിരുന്നു, അച്ചാറിട്ട് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിക്കണമായിരുന്നു, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കാട്ടാക്കട ചന്തയിലോട്ടാണേ പോയത്. പോയി എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്, നടക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. വന്നെത്തിയതേ ഉള്ളൂ, എന്നിട്ട് പോലും ആ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഊന്ന് നടക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞതാ നമുക്കൊരു സർബത്തൊക്കെ കുടിച്ചിട്ട് ഇനി ചന്തയിലോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ സർബത്ത് കുടിക്കാൻ വേണ്ടി പോയതാണ്. കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ടാണ് കേട്ടോ സർബത്തൊക്കെ കുടിക്കുന്നത്. ആൾക്കങ്ങനെ വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതാ ഞങ്ങളിതാ സർബത്തൊക്കെ കുടിച്ചിട്ട് നേരെ വീണ്ടും ചന്തയിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചന്തയിനകത്ത് കയറിയ പാടെ തന്നെ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ വിൽക്കുന്ന സ്ഥലത്താണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല തലയും മുള്ളൊക്കെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നാത്തൂനൊരു ആഗ്രഹം പറഞ്ഞു അവൾക്കത് കറി വെച്ച് കഴിക്കണമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ ആ ഒരു സെക്ഷനിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു വലിയ ചൂരയുടെ തല കണ്ടു കേട്ടോ. ഞാനത് കൈയോടെ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെയല്ല, നേരിട്ട് വലിയൊരു ചൂരയുടെ തലയായിരുന്നേ. അപ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ നാത്തൂൻ പറഞ്ഞത്, ഈ ഒരു മുള്ളും തലയാണ് കറി വെച്ച് കഴിക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞത് കേട്ടോ. ഞങ്ങളത് കൈയോടെ തന്നെ വാങ്ങിയതാ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അവർ നല്ലതുപോലെ കട്ട് ചെയ്ത് തരും. അങ്ങനെ ഇതാ ഞങ്ങൾ കട്ട് ചെയ്തൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുളിയൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നാത്തൂനും കുടംപുളിയൊക്കെ ഇതാ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ, നല്ലത് നോക്കി. പിന്നെ ഇതാ വാളംപുളി, അങ്ങനെ ഇതാ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം മാങ്ങ വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഇതാ അമ്മ ഒരു കവർ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും മാങ്ങ 150 രൂപയെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത്രയും വാങ്ങിയിട്ടുണ്ട്, ഇനി ഉണക്കി കൊടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും സമയം 2 മണിയായിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി കറി വെച്ചൊക്കെ കഴിക്കുമ്പോൾ സമയം ഒരുപാടാവില്ലേ. അതുകൊണ്ട് അമ്മ ഇതാ കുറച്ച് ബീഫും പിന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.